ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു PSC എക്സാമിന് പോവാണ് കേട്ടോ. അമ്മുവിനൊരു PSC എക്സാം ഉണ്ടായിരുന്നു. അത് ഒറ്റപ്പാലം ലക്കിടിയിലുള്ള നെഹ്റു കോളേജിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ആ എക്സാം. അപ്പോൾ അത് ഈ ഒരു വീഡിയോ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചതാണ്. ഞാനത് എനിക്ക് അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല, കാരണം വൈഫൈ ഉണ്ടായിരുന്നില്ല, നമ്മളുള്ള നെറ്റിൽ അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകണം. അവളോട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ ബസ്സിനിട്ട് പോയതുമില്ല, എന്നെ കാത്തിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് ആണ് അവളെയും കൊണ്ട് പോണത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെറുപ്പശ്ശേരി, നമ്മളെ വീടിൻ്റെ അവിടുന്ന് നമുക്ക് 1 മണിക്കൂറോളം യാത്ര ഉണ്ടാവും. കാരണം സ്കൂട്ടിയിൽ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ബസ്സിന് പോകാമെന്ന് തന്നെ ഏകദേശം 1 മണിക്കൂറൊക്കെ വേണം അങ്ങോട്ട്. അപ്പോൾ ഒരു ടൈമില്ലേനും പിന്നെ ഉള്ള ബസ്സിന് പറഞ്ഞേക്കാൻ, അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോകാണ് കേട്ടോ. നമ്മളങ്ങനെ എങ്ങനെയൊക്കെ ഓടിപ്പിടിച്ച ഒരു 1:30ക്കാണ് എക്സാം. 1:15 ആയപ്പോൾ കോളേജിൽ എത്തി. ഇതാണ് കേട്ടോ കോളേജിൻ്റെ എൻട്രി. ഞാൻ എന്തായാലും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ ഓടിപ്പടഞ്ഞ് ആ കറക്റ്റ് ടൈമിന് അവളവിടെ എത്തിക്കണമല്ലോ, അല്ലെങ്കിൽ അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ലല്ലോ. അപ്പോൾ 1:15 അവിടെ എത്തി. പിന്നെ അങ്ങനെ അവൾ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവൾ എക്സാമിന് കയറി. അയ്യോ ഗായ്സ്, ഞാനവിടെ പോസ്റ്റായി. എനിക്ക് എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടല്ല ഞാനൊരു PSC എക്സാം എഴുതി. ഞാൻ ഈ കോളേജിലേക്ക് തന്നെ ഏട്ടൻ കൊണ്ടുപോയിട്ട് കേട്ടോ. ആ സൈഡിൽ ഞാൻ ഒരു PSC ഒക്കെ എഴുതുന്ന ഒരു സമയത്ത് പറഞ്ഞാൽ ഞാൻ PSCക്ക് അപ്ലൈ ചെയ്ത് എവിടെയാണ് വെച്ചാലും ഇന്നെ കൊണ്ടുപോകും. ഞാൻ ഈ മടി കാണിച്ചാലും ഏട്ടൻ എന്നെ കൊണ്ടുപോട്ടെ, എവിടെയാണ് PSC എഴുതാ വെച്ചാൽ അവിടേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ അങ്ങനെ അവിടെ നിന്നു. എനിക്ക് ആകെ എന്താ അവിടെ ഒരു ഹെലികോപ്റ്ററും ഒരു വിമാനമൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു എൻജിനീയറിങ്ങിൻ്റെ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അവിടെ. എന്തൊക്കെ കുറേ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് അവിടെ. എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞങ്ങളെ മാമയുടെ മോള് സ്നേഹ LLB പഠിച്ചിട്ടുണ്ട് ഇവിടെയാണ്. പിന്നെ അങ്ങനെ കുറേ എൻജിനീയറിങ് കോഴ്സുകളും വേറെ എന്തൊക്കെ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാകെ വിശന്ന് വലഞ്ഞ് അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി ഒക്കെ, 1:30-2 മണി. എക്സാം 3:30 വരെയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് സമയം കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു. ഈ ഒരു ഭാഗത്തായിട്ടൊരു കുളം, പിന്നെ അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു 2 ബോട്ടൊക്കെ അവിടെ ഒരു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ഇതൊരു ഗാർഡനാണ് കേട്ടോ, ബട്ടർഫ്ലൈ ഗാർഡനാണ്. അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നിറയെ ബട്ടർഫ്ലൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇതിനൊക്കെ നടന്നു. കുറേ പേരൻസ് കുറേ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഫോണിൽ ഇങ്ങനെ തോണ്ടി ഇരിക്കുകയാണല്ലോ. ഇതാണ് കേട്ടോ ബട്ടർഫ്ലൈ ഗാർഡൻ. അപ്പോൾ നിറയെ ബട്ടർഫ്ലൈസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ അങ്ങനെ നടന്നു. പിന്നെ ഞാൻ കുറച്ച് വിശന്നിട്ടാണെങ്കിൽ വയ്യ. അത് കോളേജിൻ്റെ പുറത്ത് പോയാൽ നമുക്ക് കഴിക്കാം. കുറച്ച് മുന്നേ പോയി ലക്കിടി ആ ഒരു സെൻറ്ററിൽ ഹോട്ടലും കാര്യങ്ങളും. അപ്പോൾ ഞാൻ അമ്മും കൂടി വരട്ടെ വിചാരിച്ചു. ഇവിടെ അവരുടെ മരങ്ങളിലൊക്കെ അവർ പേര് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ മരത്തിലും കേട്ടോ. നമ്മളതൊരു ഡബിൾ ട്രീ ഉണ്ടല്ലോ, നമ്മൾ എന്ത് മരം, പാലമരം. അപ്പോഴാണ് ഇതിന് അതാണ് പേരില്ലേ പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ചും കൂടി അപ്പുറത്തേക്ക് വേറെ കോമ്പൗണ്ടിലേക്കൊക്കെ പോയി. അപ്പോൾ അവിടെ ഓപ്പൺ ഗാലറി എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്, ഇതതിൻ്റെ ഓഫീസോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ പോയപ്പോൾ ഒരു അവിടെ കുറച്ച് ദൂരത്തായിട്ട് ക്യാൻറ്റീൻ അങ്ങനെ എന്തോ സംഭവം കണ്ടു, ഷോപ്പ് പോലെ. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് വെച്ച് പിടിച്ചു. ബിസ്ക്കറ്റോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുക. അത് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് വന്നിട്ട് എനിക്ക് കഴിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാൻ അവിടേക്ക് ഇങ്ങനെ പോയി എന്തെങ്കിലും വാങ്ങി കഴിക്കുക വെച്ചിട്ട്. പക്ഷേ അവിടെ എന്താ ആ കട അടച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ എന്തായാലും സസ്യമായി അവിടെ അതുവരെ പോയി. അതിൻ്റെ കുറച്ച് അപ്പുറത്ത് കുറച്ച് പാരൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മുന്നിൽ നാണം കണ്ടത് വെച്ചിട്ട് അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ, ഞാൻ വണ്ടിയിൽ നിന്ന് ചാവി എടുത്തില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പോൾ അങ്ങനെ മെല്ലെ ഓഫീസിൻ്റെ മുമ്പ് കൂടെ അങ്ങനെ നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ വണ്ടിയിലിരിക്കുന്നുണ്ട് ചാവി. എനിക്ക് ബാഗിലും ഒന്നും കാണാത്ത പോലെ തോന്നി, വണ്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടാവുന്ന അങ്ങനെ ഒരു ഓർമ്മക്കുറവുണ്ട് ഇപ്പോൾ ഇടയ്ക്ക്. കാരണം 2 ഹെൽമെറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് തുറന്നത്. ഹെൽമെറ്റ് ആരും എടുത്തിട്ട് വെറുതെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ സീറ്റിൻ്റെ അവിടെ വയ്ക്കില്ലേ, അങ്ങനെ 2 പുറത്തും ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ചാവി അവിടെ തന്നെ വെച്ച് പോന്നു. പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു വർഷം പാസിങ് ഔട്ടായി പോയ കുട്ടികളുടെയൊക്കെ അങ്ങനെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊരു ജിമിനി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിമിനി ഇപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് നോക്കി, കാരണം അനിയൻ ജിമിനി ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനൊരു വണ്ടി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൂടി അവിടെ നിന്ന് എങ്ങനെയൊക്കെ 3:30 അപ്പോൾ അത് അമ്മ അത് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഉള്ള ഏതൊരു ഫ്രണ്ട് കണ്ടിട്ട് അവൾ സംസാരിച്ചിട്ട് അങ്ങനെ വരികയാണ്. എക്സാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വേക്കൻസി തീരെ കുറവാണ്. ഒരു ജില്ലയിൽ 1, 2 അങ്ങനെയൊക്കെ വേക്കൻസിയുള്ളൂ. എല്ലാ കേരളത്തിലും മൊത്തം നടക്കുന്ന എക്സാം അല്ലേ. അപ്പോൾ എന്താണ്ടാവുമെന്നറിയില്ല. അങ്ങനെ
കുറേ എഴുതി നോക്കുമ്പോൾ എക്സ്പീരിയൻസ് അവൾ ആദ്യമായിട്ടാണ് PSC എഴുതണത്. അങ്ങനെ വേഗം കയറാനൊക്കെ പറഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പാറശ്ശേരിക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പത്തിരിപ്പാല വഴി ഞങ്ങൾ കോങ്ങാടെത്തി. കോങ്ങാട്ടിൽ നിന്ന് നമ്മളൊരു അവിൽ മിൽക്കും പിന്നെ ഒരു ചിക്കൻ റോളൊക്കെ കഴിച്ച് ചോറുണ്ണേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ പാറശ്ശേരി കോങ്ങാട് വഴി പാറശ്ശേരി ഒന്ന് ചെറുപ്പശ്ശേരിക്ക് എത്തിയിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.